പ്രയാഗ്രാജിൽ കുംഭമേളയ്ക്കെത്തിയ ഒരുപാട് VIP-കളെ കുറിച്ച്, പ്രഗത്ഭരായ വ്യക്തികളെ കുറിച്ചുള്ള വാർത്തകൾ തത്വമയി പലപ്പോഴായി നൽകിക്കൊണ്ടിരിക്കുന്നു. ഇനിയും നൽകാനുണ്ട് ധാരാളം അത്തരം മഹത് വ്യക്തിത്വങ്ങളെ കുറിച്ച്. അതുപോലെ തന്നെ വലിയ പണക്കാരായവർ, വലിയ കോടീശ്വരന്മാർ സാധാരണ ഗതിയിലുള്ള ജീവിതം നയിച്ചുകൊണ്ട് പ്രയാഗ്രാജിലെ കുംഭമേളയിൽ പങ്കെടുക്കാനും സ്നാനത്തിൽ പങ്കെടുക്കാനും ഒക്കെ എത്തുന്നതൊക്കെ തന്നെ വലിയ ചർച്ചയാണ്. അതിനിടയിൽ ചർച്ചയായ ഒരു വ്യക്തിയാണ് IIT ബാബ എന്ന് പറയുന്നയാൾ. IIT ബാബ ഹരിയാന സ്വദേശിയാണ്. അദ്ദേഹം അഭയ് സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. IIT-യിൽ നിന്ന് ഉയർന്ന മാർക്കോടെ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പാസ്സായി വലിയ വലിയ കമ്പനികളിലൊക്കെ ജോലി കിട്ടിയിട്ട് അതൊന്നും വേണ്ട എന്ന് വെച്ചപ്പോൾ ആത്മീയ വഴിയിലേക്ക് അദ്ദേഹം തിരിഞ്ഞിരിക്കുന്നു. അതായിരുന്നു അതിന്റെ പ്രാധാന്യമുള്ള വാർത്ത. മാത്രമല്ല വിവിധ IIT-കളിൽ പഠിച്ച ഏതാണ്ട് 10ഓളം പേർ ഈ പ്രയാഗ്രാജിലെ കുംഭമേളയിൽ എത്തിയതും വാർത്തയായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു വീക്ഷണമാണ് വൈറലാകുന്നത്, എല്ലാവരും ചർച്ച ചെയ്യുന്നതാണ്. കാരണം എല്ലാവർക്കും വേണ്ടത് പണമാണെന്നാണ് നമ്മൾ പറയുന്നത്. പണമുണ്ടെങ്കിൽ എല്ലാം തികഞ്ഞു എന്നാണ് നമ്മുടെ ഒരു ധാരണ. അത് മിഥ്യാധാരണയാണ്. ഇദ്ദേഹം പറയുന്നത്, അഭയ് സിംഗ് അല്ലെങ്കിൽ IIT ബാബ പറയുന്നത്, ഒരു ലക്ഷ്മി ദേവിയുടെ മൂല്യത്തിലല്ല, അതിന്റെ പ്രാധാന്യത്തിലും വലിപ്പത്തിലും അതിന്റെ ആഴത്തിലുമാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് എന്നാണ്. അതായത് ഒരു 5 രൂപ എന്നുള്ളതല്ല അതിന്റെ വില, പക്ഷെ ആ 5 രൂപ കൊണ്ട് നമ്മൾ എന്തു നേടുന്നു എന്നതിലാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തു വാങ്ങുന്നു എന്നുള്ളതിലാണ്, അതിന്റെ അവസ്ഥയിലാണ്, ആ സിറ്റുവേഷനിലാണ് നമ്മൾ അതിന് വില കൽപ്പിക്കേണ്ടത്. പലപ്പോഴും ഇപ്പം നമ്മളുടെ കയ്യിൽ ഒരു 10,000 രൂപ ഉണ്ടെന്നിരിക്കട്ടെ, നമ്മൾ ഭക്ഷണം വാങ്ങാൻ നടക്കുന്നു, ഭക്ഷണം കിട്ടുന്നില്ല. ഈ 10,000 രൂപ കൊണ്ട്, അതായത് ആ പ്രദേശത്തെങ്ങും ഭക്ഷണമില്ല എന്ന് വിചാരിക്കുക. ഹോട്ടലുകളോ അല്ലെങ്കിൽ കടകളോ വീടുകളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ 10,000 രൂപയുമായി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കിട്ടും. കാരണം പണം കൊടുത്ത് വാങ്ങാൻ സാധനം വേണ്ടി, ഈ പണം തിന്നാൻ പറ്റില്ല. അപ്പം അതിന്റെ മൂല്യമാണ്. ചിലപ്പോൾ ഒരിടത്ത് പോകുമ്പോൾ നമ്മളുടെ കയ്യിൽ 5 രൂപയെ കാണുകയുള്ളൂ. ഈ 5 രൂപയ്ക്ക് ഒരു വടയോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ വാങ്ങി തിന്നാൽ നമ്മുടെ വിശപ്പ് അവിടെ നിൽക്കും. അപ്പൊ 5 രൂപയ്ക്ക് നേരത്തെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന 10,000 രൂപയേക്കാൾ എത്ര മടങ്ങ് മൂല്യമുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കും. ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അത് തന്നെയാണ് IIT ബാബ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ലക്ഷ്മി ദേവി, അതായത് മഹാലക്ഷ്മി, അതിന്റെ മൂല്യം എന്ന് പറയുന്നത് അത് 1, 2, 3 അല്ലെങ്കിൽ 10 കോടിയോ 1 കോടിയോ അല്ലെങ്കിൽ 100 കോടിയോ മില്യണുകളോ ഒന്നുമല്ല. നമ്മൾ അത് പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് നേടാവുന്ന ആ കാര്യത്തിലാണ് അതിന്റെ പ്രാധാന്യം ഇരിക്കുന്നത്. അതിന്റെ മൂല്യം അവിടെയാണ്, അതിന്റെ വില അങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് എന്നുള്ള വളരെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഒരു മണി മാനേജ്മെന്റ് സിസ്റ്റം തന്നെയാണ്. നമ്മളത് അതിനെക്കുറിച്ചൊന്നും അധികം ചിന്തിക്കില്ല. കാരണം ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. ആ ചിന്തിക്കുന്ന സമയം കൂടി കുറച്ച് പണം ഉണ്ടാക്കാം എന്ന് വിചാരിക്കും. പക്ഷെ ആ പണത്തിനൊന്നും മൂല്യമില്ലാത്ത അവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മൾ എത്തിച്ചേരും. അത് പലപ്പോഴും ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് കർഷകരെ ചേർത്ത് പിടിക്കണം. നരേന്ദ്രമോദി അത് തന്നെയാണ് ചെയ്യുന്നത്, പ്രധാനമന്ത്രി. കർഷകരെ ചേർത്ത് പിടിക്കണം, വയലുകളിൽ വിത്തെറിയണം, പച്ചക്കറികൾ ധാരാളം വിളയണം, ധാരാളം ധാന്യങ്ങൾ നമ്മുടെ രാജ്യത്ത് കൃഷി ചെയ്യപ്പെടണം. കാരണം പണം തിന്നാൻ പറ്റില്ല. ഈ പാവപ്പെട്ട കർഷകൻ മണ്ണിൽ വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് ധാന്യങ്ങളും ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം അവനെ ചേർത്ത് പിടിക്കണം. അതുകൂടെ ഈ ഒരു അവസരത്തിൽ IIT ബാബയുടെ ഈ ഒരു ആശയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇതുകൂടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. മണ്ണിൽ പണിയെടുക്കുന്നവനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുക തന്നെ വേണം. ഇന്ത്യ ഒരു കാർഷിക സംസ്കൃതി പേറുന്ന രാജ്യമാണ്. നമുക്ക് ഗോതമ്പും നെല്ലും അരിയും അതുപോലെ ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാം വേണമെങ്കിൽ പാവപ്പെട്ട കർഷകൻ പണിയെടുക്കണം. ആ കർഷകനെ നമ്മൾ അംഗീകരിക്കണം. കാരണം പണം തിന്നാൻ പറ്റില്ല. പണം കൊടുത്ത് ഈ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ, ഇവ ചന്തയിൽ എത്തണമെങ്കിൽ, മാർക്കറ്റിൽ എത്തണമെങ്കിൽ, സൂപ്പർ മാർക്കറ്റുകളിൽ എത്തണമെങ്കിൽ പാവപ്പെട്ട കർഷകൻ വിയർപ്പൊഴുക്കണം. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.